നമ്മളെ പോർഷൻ ട്രാക്കറിനകത്ത് AWC ലൊക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ള വിവരം നമുക്കറിയാം. AWC ലൊക്കേഷൻ എന്തിനാണ് നമ്മളെ പോർഷൻ ട്രാക്കറിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, അതിൻ്റെ ഉപയോഗം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്താണ്, ഇത് എപ്പോഴൊക്കെയാണ് ഇത് ലൊക്കേഷൻ മാർക്ക് ചെയ്യേണ്ടത്, ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു തുടങ്ങിയ സംശയങ്ങളൊക്കെ നമ്മളെ ടീച്ചേഴ്സിനുണ്ട്. ഇതെല്ലാം കൃത്യമായി ഒരു അംഗൻവാടിയിലെ പ്രവർത്തകരായിട്ടുള്ള നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾക്കറിയാം, നമ്മൾ അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത് ഒരു ഏരിയയിലാണ്. ആ ഏരിയ ഒരു സെക്ടറിന് കീഴിലോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന് കീഴിലോ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അർബൻ ലോക്കൽ ബോഡിയുടെ കീഴിലായിരിക്കും ഒരു അംഗൻവാടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്നത്. ഈ നിരീക്ഷണത്തിന് കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളെ പോർഷൻ ട്രാക്കർ എന്ന് പറയുന്നത് ഒരു മോണിറ്ററിംഗ് ടൂൾ ഇതിനായി കൊണ്ടുവന്നിട്ടുള്ളത്. ഈ പോർഷൻ ട്രാക്കർ എന്ന ഈ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ അംഗൻവാടി സെൻറ്ററുകൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അംഗൻവാടി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ജിയോഗ്രഫിക്കലി നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് കൃത്യമായി അംഗൻവാടിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ കൂടിയാണ്. അംഗൻവാടിയിൽ വരുന്ന കുട്ടികളുടെ ഫോട്ടോസ്, പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികളുടെ ഫോട്ടോ ലൈവായി നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതിലൊരു ടൈം സ്റ്റാമ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലൊക്കേഷനും ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഭാഗത്ത് നിന്നുകൊണ്ടാണോ അല്ലെങ്കിൽ അംഗൻവാടിയിൽ നിന്നുകൊണ്ടാണോ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുകൂടി ഈ AWC ലൊക്കേഷൻ വഴി നമ്മൾ ഉറപ്പാക്കുന്നു. അതിനേക്കാളുപരി നമ്മളുടെ പഞ്ചായത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ സെക്ടറിന് കീഴിൽ ഏത് ഭാഗത്താണ് ഈ AWC സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു AWC ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ പോർഷൻ ട്രാക്കറിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് AWC ലൊക്കേഷൻ മാർക്ക് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്നത്.